മഴത്തോരു മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തന്റെ അമ്മ പ്രസവിച്ച മകൾ തന്നെയാണ് അലീന എന്നുള്ള തിരിച്ചറിവ് രോഹിത്തിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. തന്റെ കൂടപ്പിറപ്പിനെ തന്നെയാണ് താൻ അപമാനിക്കുവാൻ മുൻപോട്ടിറങ്ങി പുറപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് അവനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അവനോട് തന്നെ വെറുപ്പും അവജ്ഞയുമാണ് തോന്നിയത്. ആ രാത്രി മുഴുവനും അവന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. വെളുപ്പാങ്കാലത്താണ് രോഹിത് ഒന്ന് മയങ്ങുന്നത്. ഉണർന്നപ്പോൾ വൈകി. രാവിലെ അവനെ കണ്ടപ്പോൾ ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണു വല്ലാണ്ട് ചുവന്നിരിക്കുന്നല്ലോ, നീ ഒട്ടും ഉറങ്ങിയില്ലേ? ഉറങ്ങിയച്ചാ, നീ വിഷമിക്കരുത്, അതിനുവേണ്ടിയാണ് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. തുടർന്ന് അവൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്നെ അലീന ചേച്ചിയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകുമോ? ബാലചന്ദ്രമേനോൻ വിസ്മയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നോ? എനിക്ക് അലീന ചേച്ചി ഒന്ന് കാണണോ അച്ഛാ, ഇല്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോകും. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ തുളുമ്പുവാൻ തുടങ്ങി. കൊണ്ടുപോകാം, ഇന്നല്ല നാളെ ആവട്ടെ. അത് കേട്ടുകൊണ്ട് രോഹിത് പെട്ടെന്ന് തൻ്റെ കൈപ്പത്തി കൊണ്ട് മുഖം മറച്ചു വിതുമ്പി. തുടർന്നവൻ അകത്തേക്ക് കയറിപ്പോയി. അടുത്തതായി കാണുന്നത് അലീന പൂച്ചെടികളൊക്കെ നനച്ചുകൊണ്ട് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഔതക്കുട്ടിച്ചായനുമുണ്ട് അവളോടൊപ്പം. ഔതക്കുട്ടിച്ചായനാണ് ഹോസ് പൈപ്പുകൾ ചെടികൾക്കിടയിലൂടെ വലിച്ച് നീളം ക്രമീകരിച്ചു കൊണ്ടിരുന്നത്. പൂച്ചെടികൾക്കിടയിൽ നീണ്ട പച്ചില പാമ്പ് കണക്കെ ഹോസ് പൈപ്പ് ഇഴയുമ്പോഴെല്ലാം നായ്ക്കുട്ടികൾ അത് ചാടി കടിച്ച് എതിർദിശയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരുന്നു. അലീന തിരിഞ്ഞു നോക്കി ശാസിക്കുമ്പോഴെല്ലാം അവർ കടിച്ചു പിടിച്ച ഹോസ് പൈപ്പ് താഴെയിടും. അതവർക്കൊരു കളിയാണ്. രാവിലെ ജീപ്പ് ഓടിച്ച് തോട്ടത്തിലേക്ക് പോയ സ്റ്റാൻലി ഇനിയും മടങ്ങി വന്നിട്ടില്ല. ഇതിനിടയിൽ പെട്ടെന്നൊരു ഹോൺ ശബ്ദവും കാറിന്റെ ഇരമ്പിലും കേട്ട് അലീന മുഖം തിരിച്ചു നോക്കി. കടപ്പാട്ടൂരെ അച്ഛൻ്റെ കാർ. അലീന അതിശയിച്ചു പോയി. അവതക്കുട്ടിച്ചായൻ നെറ്റിച്ചൊളിച്ചു നിൽക്കുകയാണ്. അയാളും ബാലചന്ദ്രമേനോന്റെ കാർ തിരിച്ചറിഞ്ഞു. അയ്യോടാ, മെനിഞ്ഞാന്നല്ലേ ഇയാൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? അനിഷ്ടത്തോടെയാണ് അവതക്കുട്ടിച്ചായൻ പിറുപിറുക്കുന്നത്. ഇങ്ങനെ കൂടെ വരുന്നതൊന്നും ലാലിച്ചൻ ഇഷ്ടപ്പെടില്ല കേട്ടോ. കാർ മുറ്റത്തെത്തിയപ്പോഴേക്കും അലീന ഹോസ് താഴെയിട്ടിട്ട് കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. ബാലചന്ദ്രമേനോൻ കാറിൽ നിന്നും ഇറങ്ങി. അച്ഛൻ എന്താ പിന്നെയും വന്നത്? എന്തുപറ്റി? അവൾ ഉത്കണ്ഠയോടുകൂടിയാ ചോദിച്ചത്. ഞാൻ മാത്രമല്ല, രോഹിത്തും ഉണ്ട്. അവന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ കാറിനുള്ളിലേക്ക് നോക്കിയത്. രോഹിത്ത് കാറിനുള്ളിൽ ഇരിപ്പുണ്ട്. അലീന അമ്പരപ്പോടെ ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് നോട്ടം തിരിച്ചു. അതിന് അനേക അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ ധാരാളം ചോദ്യങ്ങളും അടങ്ങിയിരുന്നു. 2 നിമിഷം കൊണ്ട് അലീന സമചിത്തത വീണ്ടെടുത്തു. അവൾ വേഗം കാറിന്റെ മറുവശത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് രോഹിത്ത് പുറത്തേക്കിറങ്ങി. അവന്റെ മുഖത്ത് സന്തോഷമല്ല, കഥനമാണ് അവൾ കണ്ടത്. ഉടനെ ബാലചന്ദ്രൻ അലീന എന്ന് വിളിച്ചു. അവൾ തിരികെ നോക്കുമ്പോൾ, നീ അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, അവന് നിന്നോട് സംസാരിക്കണം, ഇവിടെ വെച്ചൊന്നും പറയണ്ട. അത് കേട്ടുകൊണ്ട് അലീന രോഹിത്തിന്റെ കരം ഗ്രഹിച്ചിട്ട് പറയുകയാണ്, വാമോനെ അകത്തേക്ക്. ഉടനെ രോഹിത്ത് തൂവാല കൊണ്ട് തന്റെ കണ്ണുകൾ മറച്ചു. അലീനയുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് വേരുപടലങ്ങളുള്ള ഒരു കൊള്ളിയാൻ മിന്നി. സിറ്റൗട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഇടനാഴി പിന്നിട്ട് മുറിയിലേക്ക് കടക്കുമ്പോഴും അവൾ അവനോട് സംസാരിച്ചില്ല. മുറിയിലേക്ക് കടന്നിട്ട് അവൾ വാതിൽ ചാരി. എന്നിട്ട് രോഹിത്തിന് അഭിമുഖമായി തിരിഞ്ഞു. രോഹിത്തെ, എന്തു പറ്റിയടാ നിനക്ക്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അവൻ ദയനീയമായി അവളെ നോക്കി. പെട്ടെന്ന് കൈലേസ് കൊണ്ട് കണ്ണുമൂടി അവൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ഏയ് രോഹിത്തെ, എന്താടാ മോനെ ഇത്? നിനക്കെന്താ പറ്റിയത്? നീ എന്നോട് പറയടാ. അവന്റെ കുനിഞ്ഞ മുഖം പിടിച്ചുയർത്തിയിട്ട് ചോദ്യഭാവത്തിൽ അലീന അവന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. വിങ്ങിപ്പൊട്ടി ഇടർന്ന ശബ്ദത്തോടുകൂടി രോഹിത്ത് പറയുകയാണ്, അലീന ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും അവന്റെ ഹൃദയം പൊട്ടിപ്പോയി. വാവിട്ട് കരഞ്ഞുകൊണ്ട് അവൻ അലീനയുടെ തോളിലേക്ക് മുഖം അമർത്തി. അലീന ഉൾക്കിടിലത്തോടെ ഏതാനും നിമിഷം അനങ്ങാതെ നിന്നു. പിന്നെ മെല്ലെ അവനെ ആശ്ലേഷിച്ചു. അവനെ അടക്കി പിടിച്ച് ശിരസിലും പുറത്തും തലോടി. കരയല്ലേടാ മോനെ, കരയല്ലേ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. ആ കണ്ണുനീരോടുകൂടി തന്നെ അലീന രോഹിത്തിനോട് കരയരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവന്റെ കരച്ചിൽ നിൽക്കുന്നില്ല. കണ്ണുനീർ ഇടമുറിയാതെ ഒഴുകി അവളുടെ ചുമൽ നനഞ്ഞു കുതിർന്നു. നെഞ്ചിൽ കിടന്ന് അലതല്ലുന്ന തേങ്ങലുകളിൽ നിന്ന് അവൾക്കത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. തൻ്റെ അനുജൻ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഹൃദയതാപം അത്ര വേഗം അടങ്ങുന്നതല്ല. അത്രമേൽ അവൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണേ ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. അവൻ നിലത്തേക്ക് ഊർന്നു വീണ് അവളുടെ കാലുകളെ കെട്ടിപ്പിടിച്ച് ക്ഷമയാചിച്ചു. ഈ സമയത്ത് പുറത്ത് ബാലചന്ദ്രമേനോൻ ഔതക്കുട്ടിച്ചായനോട് അല്പനേരം സംസാരിച്ചു നിൽക്കുകയാണ്. അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളൊന്നും ശേഷിക്കുന്നില്ല. ഔതക്കുട്ടിച്ചായനെ വിട്ട് അയാൾ ഇടനാഴിയിലേക്ക് കടന്നു. അലീനയുടെ മുറിയുടെ വാതിക്കൽ വന്ന് നോക്കി. ചാരിയിട്ടിരിക്കുകയാണ് വാതിൽ. അടക്കി പിടിച്ച തേങ്ങലുകൾ മാത്രം അകത്തുനിന്ന് കേൾക്കാം. ബാലചന്ദ്രമേനോൻ വാതിൽ അല്പം തുറന്നു. അലീന കട്ടിലിരിക്കുകയാണ്. രോഹിത്ത് നിലത്തും. അവൻ്റെ ശിരസ്സും അടിയിലെടുത്തു വെച്ച് അവൾ തഴുകുന്നുണ്ട്. മുഖം കുനിച്ച് അവൻ്റെ നെറുകയിൽ ഉമ്മ വെക്കുകയും ആശ്വാസവാക്കുകൾ മന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുഖവും കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്നു.
കണ്ണുനീരിന്റെ നൈർമല്യത്തിൽ സ്നാനം ചെയ്ത് പശ്ചാത്തപിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ട് ആത്മാക്കൾ മാത്രമായി അവർ രൂപാന്തരപ്പെടുന്ന ആ പവിത്രമായ ലോകത്തിലേക്ക് കടന്നു ചെന്ന് അവരെ അലോസരപ്പെടുത്തുവാൻ മനസ്സുവരാതെ ബാലചന്ദ്രമേനോൻ പിൻവാങ്ങി. അല്പനേരങ്ങൾക്ക് ശേഷം രോഹിത്തിനെ മുറിയിലിരുത്തിയിട്ട് അലീന ബാലചന്ദ്രമേനോന്റെ അടുത്തേക്ക് പോയി. നീളൻ വരാന്തയിൽ ഒരു തൂണും ചാരി അകലെ കാടുകളുടെ ദിക്കിലേക്ക് നോക്കി ഒരന്യനെ പോലെ അയാൾ നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, അച്ഛനെന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഓ, ഒന്നുമില്ല മോളെ, വെറുതെ. ഇത് പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞ് അലീനയുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നിരിക്കുന്നു. കവിൾത്തടങ്ങൾ തിമിർത്തിരിക്കുന്നു. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും അയാൾ വീണ്ടും അനേകം ചോദ്യമുനകൾ കണ്ടു. തൊട്ടടുത്ത നിമിഷം അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, സോറി മോളെ, എനിക്ക് പറയാതെ മറ്റു നിവൃത്തിയില്ലായിരുന്നു. നമുക്കൊരു അഭിമാനമില്ലേ? അലീന വിശദാംശങ്ങളൊന്നും ചോദിച്ചില്ല. അവൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മോളെ, അവനതെല്ലാം അറിയണം. അവനോട് നീതി കാട്ടണമെന്ന് എനിക്ക് തോന്നി. അവനൊരു കുട്ടിയല്ല, പ്രായപൂർത്തി വന്ന ചെറുപ്പക്കാരനാണ്. അവൻ എന്നെ സംശയത്തോടെ നോക്കുന്നത് എനിക്കിനി താങ്ങാൻ കഴിയില്ല. നിനക്ക് വിഷമമായോ മോളെ? ഇല്ലച്ചാ, അവൻ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. സന്തോഷമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു പോയാൽ ഇനി അവൻ ഓടിയെത്തിക്കോളുമല്ലോ. ആര് ചോദിച്ചാലും കളങ്കമില്ലാത്ത മനസ്സോടെ അവന് പറയാമല്ലോ, ഇതെന്റെ ചേച്ചിയാണെന്ന്. അവളുടെ മിഴികൾ വീണ്ടും അശ്രുപൂർണമായി. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ പറയുകയാണ്, എനിക്ക് സമാധാനമായി. നീ എന്നെ വഴക്കു പറയുമോ എന്നായിരുന്നു എൻ്റെ പേടി. യോ, ഞാൻ അച്ഛനെ വഴക്കു പറയാനോ? നിന്റെ ഒരു നോട്ടം മതി, അതിലുണ്ട് പരിഭവം, പിണക്കം, ശകാരം എല്ലാം. ഇല്ലച്ചാ, സ്നേഹക്കൂടുതലേ ഉള്ളൂ. അച്ഛൻ എനിക്ക് എന്തെല്ലാം തന്നു. എൻ്റെ പപ്പയെപ്പോലും അച്ഛനല്ലേ തന്നത്. ഇപ്പോൾ എനിക്കെൻ്റെ അനുജനെയും കിട്ടി. അവളുടെ കണ്ണുകളിൽ കൃതജ്ഞത തിളങ്ങുകയാണ്. ബാലചന്ദ്രമേനോന് തൃപ്തിയായി. ഇനി ഞങ്ങൾ വൈകുന്നില്ല മോളെ, പോയിക്കൊള്ളാം. യോ, അത് പറ്റില്ല. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. വേണ്ട മോളെ, സ്റ്റാൻലി തോട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുൻപേ പോകണം. എന്നെ കണ്ടാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അയാളുടെ പെരുമാറ്റം എനിക്കാണെങ്കിൽ ഒട്ടും പിടിക്കില്ല. പപ്പ ഒന്നും പറയില്ലെന്നേ. അച്ഛൻ അതോർത്ത് വിഷമിക്കുകയേ വേണ്ട. നീ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ മുഖം മുഷിഞ്ഞ് സംസാരിക്കില്ലായിരിക്കും. എന്നാലും മനസ്സിൽ അനിഷ്ടം കാണും മോളെ. മിനിഞ്ഞാന്ന് ഞാൻ വന്നതുപോലും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു. കാണുമ്പോൾ വേണ്ട. അലീന 2 നിമിഷം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ചായ കുടിക്കാമല്ലോ, അതിന് വിലക്കൊന്നുമില്ലല്ലോ. ചായ എടുക്കുന്നതിനിടയിൽ അവൾ രോഹിത്തിനെയും വിളിച്ചു കൊണ്ടുവന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നുവെങ്കിലും മുഖത്തെ ആനന്ദവും ചാരിതാർത്ഥ്യവും അഭിമാനവും എല്ലാം വ്യക്തമായിരുന്നു. ഔതക്കുട്ടി ചായനും ചായ കുടിക്കാനെത്തി. വല്യപ്പച്ച, ഇതെൻ്റെ. അലീന രോഹിത്തിനെ പരിചയപ്പെടുത്തുവാൻ ഭാവിച്ചപ്പോഴേക്കും ഔതക്കുട്ടി ചായൻ ഇടയ്ക്ക് കയറി. എന്നിട്ട് പറയുകയാണ്, മേനോൻ എന്നോട് പറഞ്ഞായിരുന്നു മൂത്ത മോനാണെന്ന്. എൻ്റെ ആങ്ങളെയാ വല്യപ്പച്ച. ആ, എനിക്ക് മനസ്സിലായി. ചായ കഴിച്ച ഉടൻ തന്നെ ബാലചന്ദ്രമേനോൻ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുകയാണ്. അയാൾ രോഹിത്തിനെ വിളിച്ചപ്പോൾ അലീന ഇടപെട്ടു. അച്ഛൻ മാത്രം പോയാൽ മതി. രോഹിത് ഇന്നിവിടെ നിൽക്കട്ടച്ച. ബാലചന്ദ്രമേനോൻ അമ്പരന്നു പോയി. അവൻ ഇവിടെ നിൽക്കാനോ? സ്റ്റാൻലി വരുമ്പോൾ അവനെ ഓടിക്കും. ഇവിടെ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് ശരി, ഞാനിപ്പോൾ അവനെ കൊണ്ടുവന്നതാണോ അബദ്ധമായത്? അബദ്ധം ഒന്നും ആയിട്ടില്ല. ഒരു ദിവസം അവൻ എൻ്റെ കൂടെ ഒന്ന് താമസിക്കട്ടച്ച. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർന്നില്ലല്ലോ. എൻ്റെ മോളെ, അവന് പഠിക്കാനുള്ളതല്ലേ. ഏപ്രിലിൽ എക്സാം തുടങ്ങുക. ബാലചന്ദ്രമേനോന്റെ മുഖത്ത് വിസമ്മതഭാവം തന്നെ. അലീനയപ്പോൾ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ്, അച്ഛാ, അവൻ എന്തുമാത്രം വിഷമമുണ്ട്. എനിക്ക് അവനെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ? അതിന് സമയം വേണ്ടേ? അച്ഛൻ അതൊന്നും മനസ്സിലാക്കണം. രോഹിത്താണെങ്കിൽ ഉത്കണ്ഠയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് അലീന ചേച്ചിയോടൊപ്പം ഒരു ദിവസമെങ്കിലും നിൽക്കുവാൻ അച്ഛൻ സമ്മതിക്കണേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ മനസ്സിൽ നിന്നും മെല്ലെ ഉയരുവാൻ തുടങ്ങി. ഉടൻ തന്നെ ബാലചന്ദ്രമേനോൻ സമ്മതം മൂളി. ആ, ശരി. കാറിനടുത്ത് വരെ അലീനയും രോഹിത്തും ബാലചന്ദ്രമേനോനെ അനുഗമിച്ചു. കാറിനുള്ളിലേക്ക് കയറിയതിനു ശേഷം രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി ബാലചന്ദ്രൻ പറയുകയാണ്, നാളെ തന്നെ അങ്ങ് വന്നേക്കണം. രോഹിത്ത് തലയാട്ടി. പോട്ടെ മോളെ. ശരിയച്ചാ. കാറ് പോയി കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിന്റെ നേർക്ക് തിരിഞ്ഞു. വാ, നമുക്ക് ഒരുപാട് പണിയുണ്ട് ഇവിടെ. അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് വേഗം നടന്നു. രോഹിത്ത് തിരികെ വരുന്നത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, അയ്യോടാ, ഈ കൊച്ചം പോയില്ലേ? രോഹിത്ത് ഇന്ന് എൻ്റെ കൂടെ വല്യപ്പച്ച. അലീന പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി. ലാലിച്ചം വരുമ്പോൾ ചോദിക്കും ആരാണെന്ന്. എൻ്റെ അനുജനാണെന്ന് ഞാൻ പറയും. ആ, പക്ഷെ അവനതൊന്നും ഇഷ്ടപ്പെടില്ല. നമുക്ക് എല്ലാവരും വേണ്ടേ വല്യപ്പച്ച? പുനലൂരുകാരും അഞ്ചലിലുള്ളവരും കൊല്ലപ്പള്ളിക്കാരും കടപ്പാട്ടൂരിലുള്ളവരും എല്ലാവരും നമുക്ക് വേണ്ടേ? ഇത് പറയുമ്പോൾ അലീനയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നിരുന്നു. അവൾ രോഹിത്തിനെയും കൂട്ടി കിച്ചണിലേക്ക് എത്തി. ഊണിൻ്റെ പണിയൊന്നും ആയിട്ടില്ല മോനെ. ഭക്ഷണക്കാര്യത്തിൽ പപ്പ ഭയങ്കര സ്ട്രിക്റ്റാ. സെക്കൻഡ് സൂചി തെറ്റിയാൽ മതി, ആളുടെ വിധം അങ്ങ് മാറും. അലീന ചുറുചുറുക്കോടെ അടുക്കളയിൽ ഓരോരോ പണികൾ ചെയ്തു തുടങ്ങി.
രോഹിത് സ്ലാബിൽ ചാരി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ വരെ അലീന എന്നാൽ അവനൊരു ചേച്ചിയുടെ സ്നേഹം പകർന്നു കിട്ടിയ വെറും ഒരു അനാഥപ്പെണ്ണ് മാത്രമായിരുന്നു. അവൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിന്ന വേലക്കാരി. പക്ഷെ ഇന്നവൻ പുതിയൊരു വെളിച്ചത്തിലാണ് അവളെ കാണുന്നത്. അവൾ അവൻ്റെ സ്വന്തം സഹോദരി തന്നെയാണ്. ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുത്തവർ. എങ്കിലും വിധിവൈപരീത്യം അവളെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്നെത്തിച്ചു. അവൻ സമ്പന്നതയുടെ മടിത്തട്ടിൽ സുഭിക്ഷമായി ജീവിച്ചപ്പോൾ അവൾ ആരൊക്കെയോ ഭിക്ഷ നൽകിയ അന്നമുണ്ട് വളർന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് മനസ്സിലായി അവൾക്കൊരു അമ്മയും കൂടപ്പുറപ്പുകളും കുടുംബവും ഉണ്ടെന്ന്. അവരെയെല്ലാം കാണുവാൻ വേണ്ടി ഒരു വീട്ടുവേലക്കാരിയുടെ വേഷമണിഞ്ഞെത്തിയ അവൾക്ക് കിട്ടിയത് നിന്ദയും അപമാനവും വേദനകളും മാത്രം. രോഹിത് അതെല്ലാം ഓർമ്മയിൽ നിന്നും വീണ്ടും കണ്ടു. റൈസ് കുക്കറിലേക്ക് അരിയിട്ട് മൂടിയിട്ട് അലീന തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് രോഹിത് സ്ലാബിന്മേൽ ചാരി നിന്നുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നതാണ്. അലീനെ ആശ്ചര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുപറ്റി? ഒന്നുമില്ല. കള്ളം പറയല്ലേ, നിന്റെ കണ്ണ് ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും അത് തുളുമ്പി പുറത്തേക്ക് വന്നു. രോഹിത് പെട്ടെന്ന് തന്നെ അത് തുടച്ചിട്ട് അവളെ നോക്കി ചിരിക്കുവാൻ ശ്രമിച്ചു. ഒന്നുമില്ല ചേച്ചി, സന്തോഷം കൊണ്ടാ. അലീന അവൻ്റെ കരം ഗ്രഹിച്ചു. എന്തിനാണെന്ന് പറ, ഇപ്പൊ പെട്ടെന്നൊരു സങ്കടം വന്നത് എന്തിനാ? ഞാൻ ഓരോന്ന് ഓർക്കുമായിരുന്നു. ചേച്ചിയെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അവൻ്റെ തൊണ്ടയിടറി. എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഏതെല്ലാം തരത്തിൽ ഞങ്ങൾ ചേച്ചിയെ വിഷമിപ്പിച്ചു. ഞാനും ബബിതയും അമ്മയും. അമ്മയാണെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞ് എന്തുമാത്രം നാണം കെടുത്തി. ചേച്ചിക്കറിയായിരുന്നല്ലോ സ്വന്തം അമ്മയാണെന്ന്. എന്നിട്ടും എങ്ങനെ സഹിച്ചു ചേച്ചി? അലീന ഒരു വിഷാദത്തോടെ മന്ദഹസിച്ചു. ആ ഓർമ്മ തന്നെയായിരുന്നു മോനെ ധൈര്യം. വേറെ ആരുമല്ലല്ലോ പറയുന്നത്. സ്വന്തം അമ്മയല്ലേ. ഞാൻ അമ്മയുടെ മോളാണെന്ന് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ലേ സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇല്ലെന്നല്ല, പക്ഷേ ഞാനങ്ങ് സഹിച്ചു. രോഹിത് അപ്പോൾ കണ്ടമിടറിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും ചേച്ചി? മോനെ, സ്നേഹത്തിൻ്റെ കടങ്ങൾ സ്നേഹിച്ചല്ലേ തീർക്കാൻ പറ്റൂ. എനിക്ക് തന്നെ തിരിച്ചു തരണമെന്നൊന്നുമില്ല. അത് ആർക്കാണോ അത്യാവശ്യമായിരിക്കുന്നത് അവർക്ക് തന്നെ കൊടുത്താൽ മതി. ചേച്ചി, കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ചേച്ചിക്ക് എന്നോടും ബബിതയോടും വിരോധമൊന്നും തോന്നുന്നില്ലേ? ആ, കൊള്ളാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നോടാ. തുടർന്ന് അവൾ ഒരു തേങ്ങാമുറി എടുത്ത് രോഹിത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുക, നീ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് വേഗം ചുരണ്ടി തന്നെ, തോരനുണ്ടാക്കട്ടെ. ചുമ്മാ നോക്കി നിൽക്കുമ്പോഴാണ് ഓരോന്നൊക്കെ തോന്നുന്നത്. എൻ്റെ കൂടെ ഇവിടെ നിനക്ക് ഒരാഴ്ച നിൽക്കാവോ? അപ്പോഴേക്കും നീ സ്നേഹിച്ചത് മതിയെ, എത്രയും വേഗം സ്ഥലം വിട്ടോളാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടും. അലീന പൊട്ടിച്ചിരിച്ചു. ഉടനെ രോഹിത് ശാന്തമായി എങ്കിലും കടുപ്പിച്ചു തന്നെ പറയുക, ഇല്ല, ഒരിക്കലും ഇല്ല. അലീന ചേച്ചിയുടെ കൂടെ എത്ര കാലം നിന്നാലും ഞാൻ പോകണമെന്ന് പറയില്ല. ഒരു കൂലിക്കാരനെ പോലെ എന്നും ഞാൻ പണിയെടുത്തോളാം. എന്നാലും തീരൂ എൻ്റെ കടം. അപ്പോൾ അലീന, ഒരു രക്ഷയില്ല. ഈ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോൾ മന്ത്രവാദം തന്നെ വേണ്ടിവരും. രോഹിത് അവൾക്ക് തേങ്ങ ചുരണ്ടി കൊടുത്തു. അവളുടെ കൂടെ എല്ലാ ജോലികളിലും സഹകരിച്ചു. പാത്രങ്ങൾ കഴുകുകയും തറ തുടയ്ക്കുകയും ഒക്കെ ചെയ്തു. അവൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴെല്ലാം അനിർവചനീയമായ ഒരു ആനന്ദം അവൻ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ഉച്ചയോടടുത്ത നേരത്തെ സ്റ്റാൻലി വീട്ടിൽ തിരിച്ചെത്തി. അയാൾ വന്നയുടൻ ആൻ്റപ്പൻ വിവരമറിയിച്ചു. ആ പാലക്കാരൻ മേനോൻ വന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചുപോയി. വേറൊരു പയ്യനെയും കൂട്ടിയാ വന്നത്. അവനിവിടെ ഉണ്ട്. സ്റ്റാൻലി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതാരാ? ആ മേനോന്റെ മകനാണെന്നാ പറഞ്ഞത്. ഉടനെ തന്നെ സ്റ്റാൻലി ഔതക്കുട്ടിച്ചായൻ്റെ തൊട്ടടുത്തേക്ക് ചെന്നിട്ട് ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, അയാൾ എന്തിനാ പച്ചാ പിന്നെയും വന്നത്? മിനിങ്ങാന്ന് വന്നിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ആ, അയാൾ അയാളുടെ മോനെയും കൊണ്ട് വന്നതാ. എന്തിന്? അവനവളെ കാണണമെന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുവന്ന് കാണിച്ചു. നമുക്കെന്തു പറയാൻ പറ്റും? ഞാൻ അയാളോട് പറഞ്ഞതല്ലേ എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. അയാളുടെ മോന് എന്ത് പ്രായമുണ്ട്? 10-20 വയസ്സ് കാണും. അവൻ എവിടെ? കിച്ചണിലുണ്ടായിരുന്നു. അവളുടെ കൂടെയാണ് എപ്പോഴും. അത് ശരിയാണോ പച്ച? അവനറിയാമോ അലീന അവൻ്റെ ഓൺ സിസ്റ്ററാണെന്ന്? മേനോനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അറിയാത്ത നിലയ്ക്ക് അങ്ങനെ ഒരുത്തൻ അവളെ കാണാൻ വരുന്നതിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നതിലും ഒരു പന്തികേടില്ലേ? എന്നിട്ട് മേനോൻ എന്തുകൊണ്ടാണ് പോയപ്പോൾ അവനെ കൂടെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയത്? ആ, ഇവിടെ നിർത്തിയിട്ട് പോയതായിരിക്കും. അതിന് എൻ്റെ അനുവാദം വേണ്ടേ? എൻ്റെ വീടല്ലേ ഇത്? ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിനാടാ? ഞാനാണോ ഇതിനെല്ലാം ഉത്തരവാദി? ആ പയ്യനെ കണ്ടിട്ട് അപ്പച്ചൻ എന്തു തോന്നി? ഹാ, പാലായിൽ പണ്ടൊരു പെൺവാണിഭ കേസ് ഉണ്ടായില്ലേ? പത്രത്തിലും ടി വിയിലുമെല്ലാം ഉണ്ടായിരുന്നല്ലോ. ആ കേസിൽ മേനോന്റെ മോനും ഒരു കൂട്ടുപ്രതിയായിരുന്നു. അവനാണ് ഇവൻ. പെട്ടെന്ന് സ്റ്റാൻലി പറയുകയാ, ഓ, ഞാനത് ഓർക്കുന്നുണ്ട്. ഏതോ ഒരു ബാലചന്ദ്രന്റെ മകനായിരുന്നു പ്രതികളിൽ ഒരാൾ. ആ, അത് തന്നെ. ആൻ്റപ്പൻ ആളെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. ഈ ചെക്കൻ്റെ കഥയൊക്കെ അലീന മോള് പറഞ്ഞിട്ടുമുണ്ട്. ഉടനെ തന്നെ സ്റ്റാൻലി ആൻ്റപ്പനെയും വിളിച്ചുകൊണ്ട് തൻ്റെ മുറിക്കുള്ളിലേക്ക് പോയി. പപ്പ വന്നുവെന്നറിഞ്ഞുകൊണ്ട് അലീന രോഹിത്തിനെയും കൂട്ടി പരിചയപ്പെടുത്തുവാനായി സ്റ്റാൻലിയുടെ മുറിയിലേക്ക് വന്നു. സ്റ്റാൻലിയുടെ മുൻപിൽ മദ്യക്കുപ്പിയും ഗ്ലാസും സോഡയും ഐസ് ക്യൂബും നിരത്തിക്കഴിഞ്ഞിരുന്നു ആൻ്റപ്പൻ. സ്റ്റാൻലി ആദ്യത്തെ പെഗ്ഗിൻ്റെ പാതി കുടിച്ചിട്ട് ഗ്ലാസ് ടീപ്പോയ്ക്ക് മേൽ വെച്ചു. അലീന അപ്പോൾ ഉത്സാഹത്തോടു കൂടി പറയുകയാണ്, പപ്പ, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പപ്പയെ പേടിച്ചു വേഗം സ്ഥലം വിട്ടു കേട്ടോ.
ഇതാരാണെന്നറിയാവോ പപ്പയ്ക്ക്? ആ അറിയാം, മനസ്സിലായി. ആൻ്റപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു മേനോന്റെ മകൻ വന്നിട്ടുണ്ടെന്ന്. സ്റ്റാൻലി അത് പറഞ്ഞത് രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ ഉദാസീനമായിട്ടായിരുന്നു. ഉടനെ അലീന അഭിമാനത്തോടുകൂടി വീണ്ടും പറയുകയാണ്, അത് രണ്ടാമത്തെ കാര്യം. എൻ്റെ അനുജനാണിത് പപ്പ, അതിനാണ് ഒന്നാം സ്ഥാനം. ശരിക്കും ഞാൻ ഇവന്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ. പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, രോഹിത്. അത് കേട്ടുകൊണ്ട് രോഹിത്തിന്റെ മുഖത്തേക്ക് സ്റ്റാൻലി നോക്കിക്കൊണ്ട് അർത്ഥഗർഭമായി ഒന്ന് മൂളി. ഏതോ പെൺവാണിഭ കേസിലെ പ്രതിയായിരുന്നു അല്ലേ? ന്യൂസ് പേപ്പറിൽ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. മുഖത്തടിയേറ്റതുപോലെയായിപ്പോയി രോഹിത്. അലീനയുടെ മുഖവും വിളറി. പപ്പ, രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ നിരപരാധിയാണെന്നാ ആ പെൺകുട്ടി പോലും മൊഴി കൊടുത്തത്. ഇറ്റ്സ് ഓക്കെ, എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ താല്പര്യമില്ല. ആൻ്റപ്പ, ഈ സോഡ തണുത്തിട്ടില്ലല്ലോ, ഫ്രിഡ്ജിൽ വെച്ചില്ലായിരുന്നോ? അതിന് ആൻ്റപ്പൻ, ഫ്രിഡ്ജിലിരുന്ന് തണുത്ത സോഡ തന്നെയാണ് സാബ്. ഇങ്ങനാണോടോ തണുത്ത സോഡ? ഇയാൾ എന്നെ പഠിപ്പിക്കുകയാണോ? സ്റ്റാൻലി ആൻ്റപ്പൻ്റെ നേർക്ക് ഗർജിക്കുകയാണ്. അലീന സ്റ്റാൻലിയെ നോക്കി ഏതാനും നിമിഷം നിന്നു. സ്റ്റാൻലി ആരെയും നോക്കാതെ ഐസ് ക്യൂബുകൾ പെറുക്കി ഗ്ലാസ്സിലിട്ടുകൊണ്ടിരുന്നു. അലീന രോഹിത്തിനെയും കൂട്ടി പതിയെ മുറി വിട്ടിറങ്ങി. ഇടനാഴിയിലേക്ക് കടക്കുമ്പോഴേക്കും രോഹിത്തിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അത് കണ്ടുകൊണ്ട് അവന്റെ കവിളത്ത് തഴുകിക്കൊണ്ട് അലീന പറയുകയാണ്, സാരയില്ലടാ, പപ്പയ്ക്കിന്ന് മൂഡ് ശരിയല്ലെന്നാ തോന്നുന്നത്. തോട്ടത്തിൽ വെച്ച് ആരെങ്കിലും പപ്പയെ ദേഷ്യം പിടിപ്പിച്ചു കാണും. പപ്പയ്ക്ക് ചെറിയ കാര്യം മതി. ഇപ്പൊ കണ്ടില്ലേ, സോഡ തണുത്തില്ലെന്നും പറഞ്ഞ ആൻ്റപ്പൻ ചേട്ടൻ്റെ അടുത്ത് എന്നോടും ചിലപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ വന്നത് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവൻ്റെ തൊണ്ടയിടറി. പപ്പയെ കാണാനല്ലല്ലോടാ നീ വന്നത്, എന്നെ കാണാനല്ലേ? 1 മണിക്ക് സ്റ്റാൻലിയും അവതക്കുട്ടിച്ചായനും ഊണ് കഴിക്കുവാൻ ഡൈനിങ് റൂമിലെത്തി. അലീന ഭക്ഷണമെല്ലാം വിളമ്പി. അവരോടൊപ്പം രോഹിത്തിനെയും അവൾ പിടിച്ചിരുത്തി. അലീനയും ഇരുന്നു. ഊണുമേശയിൽ വെച്ചും സ്റ്റാൻലി രോഹിത്തിനോട് സംസാരിക്കാതെ മനഃപൂർവ്വം അകലം പ്രകടിപ്പിച്ചു. പക്ഷേ അലീന അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഉച്ചയൂണിന് ശേഷം TV കണ്ടുകൊണ്ട് അലീനയും രോഹിത്തും മുറിയിലിരുന്നു. പിന്നെ അവൾ അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടുവളപ്പിൽ ചുറ്റി നടന്നു. നായ്ക്കൾക്ക് അവൾ രോഹിത്തിനെ പരിചയപ്പെടുത്തി. എൻ്റെ അനുജന, ഒരെണ്ണം ഉപദ്രവിച്ചേക്കരുത് കേട്ടോ. തുടർന്നവൾ പ്രാവിൻകൂട്ടിനരികിൽ ചെന്നപ്പോൾ പ്രാവുകൾ അവൾക്ക് ചുറ്റും പറന്നിറങ്ങി. അവൾ അവരോട് പറഞ്ഞു, എൻ്റെ ആങ്ങളയാണിത് കേട്ടോ. എല്ലായിടത്തും അവൾ അനുജനെയും കൊണ്ട് നടന്നു. ബൈജുവിനും രാജപ്പനും പരിചയപ്പെടുത്തി. അലീന രോഹിത്തിനെയും കൂട്ടി ആനന്ദഹർഷത്തോടെ അങ്ങനെ ചുറ്റി നടക്കുന്നത് ജനാലയിലൂടെ സ്റ്റാൻലിയും നോക്കിക്കണ്ടു. കുറച്ചു സമയം അങ്ങനെ നോക്കി നിന്ന ശേഷം അയാൾ അവതക്കുട്ടിച്ചായനെ അയച്ച് അലീനയെ വിളിപ്പിച്ചു. അലീന സ്റ്റാൻലിയുടെ മുറിയിലേക്ക് എത്തി. സ്റ്റാൻലി പരുഷ സ്വരത്തിൽ ചോദിക്കുകയാണ്, അവനിന്ന് തിരിച്ചു പോകുന്നില്ലേ? ആരെ പപ്പ, രോഹിത്താണോ? അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മേനോന്റെ മകൻ. രോഹിത്ത് നാളെ പോവുള്ളൂ പപ്പ. ഇന്ന് പോയാലും അങ്ങ് എത്തുമല്ലോ. ഇപ്പൊ 3 മണിയല്ലേ ആയിട്ടുള്ളൂ. അവനൊരു ദിവസം ഇവിടെ താമസിച്ചാൽ എന്താ പപ്പ? അതിൻ്റെ ആവശ്യം എന്താണ്? കാണണമെന്ന് തോന്നി, വന്നു, കണ്ടു. ഇനി പോയിക്കൂടെ? അവനെൻ്റെ ആങ്ങളയല്ലേ പപ്പ, അതെന്താ പപ്പ ഓർക്കാത്തത്? അതൊക്കെ ഒരു ബന്ധമാണോ അലീന? വേറെ ഏതോ ഒരു ഫാമിലി, വേറൊരു റിലീജിയൻ, മറ്റൊരു കൾച്ചർ. അതുകൊണ്ട് നീ ഇതൊക്കെ വിട്ടുകളയണം. അത്രയും കേട്ടപ്പോഴേക്കും അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തൻ്റെ 2 കൈകളും മാർവിൽ പിണച്ചു കെട്ടി. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നോക്കിയാൽ പപ്പ, എനിക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ തിന്നത് ഒരു അനാഥാലയത്തിലെ ചോറാണ്. പല വീടുകളിൽ നിന്നും ദാനം കിട്ടിയ പഴയ ഉടുപ്പുകളായിരുന്നു വസ്ത്രം. കീറിത്തുന്നിയ പുതപ്പ് വാരി പുതച്ച് തണുത്ത തറയിൽ കിടന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്നൊന്നുമില്ലാതിരുന്ന ബന്ധങ്ങൾ എനിക്കിനി എന്തിനാ? അന്ന് കിട്ടാതിരുന്ന സ്നേഹവും ലാളനയും സുഖ സൗകര്യങ്ങളും എന്തിനാ പപ്പ ഇപ്പം എനിക്ക്? വേണമെങ്കിൽ എനിക്ക് അങ്ങനെയും വിചാരിച്ചുകൂടെ? ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് എൻ്റെ പപ്പയുടെ സ്നേഹം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു മാത്രമാ. ഒരുപാട് വൈകി കിട്ടുന്ന സ്നേഹമായതുകൊണ്ട് ഞാനതിന് വലിയ വിലയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാ എനിക്കെൻ്റെ അനുജൻ്റെ സ്നേഹവും. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാ ഞങ്ങൾ 2 പേരും. എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവനിവിടെ വന്നത്. അതും എനിക്ക് വൈകി കിട്ടിയ സ്നേഹമാ. പപ്പ എതിർത്താൽ എനിക്ക് അവനോടുള്ള സ്നേഹം ഇല്ലാണ്ടാവുമോ? ഒരിക്കലുമില്ല. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാ, എൻ്റെ ജീവനെ പോലെ. സ്റ്റാൻലി ഒറ്റ നിമിഷം കൊണ്ട് സ്തബ്ധനായിപ്പോയി. അലീനയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ പെട്ടെന്ന് പറയുക, ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ ഇന്നിവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ? അല്ല പപ്പ, ഞാനിവിടെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയപ്പോൾ പപ്പ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പോലുമില്ല. അവനോട് സംസാരിച്ചില്ല, പേര് പോലും ചോദിച്ചില്ല. പകരം പെൺവാണിഭ കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിച്ചു. അതിനേക്കാൾ ഭേദം അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു. പപ്പയുടെ വീടായതുകൊണ്ട് പപ്പയ്ക്ക് എന്തുമാകാം, ഇറങ്ങിപ്പോകാൻ പറയാം. പക്ഷെ ഞാനുണ്ടവന്, ഞാൻ അവനെ ആശ്വസിപ്പിക്കും പപ്പ. ഈ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് അവതക്കുട്ടിച്ചായൻ്റെ ഭയം ലാലിച്ചനിപ്പോൾ അലീനയുടെ നേർക്ക് പൊട്ടിത്തെറിച്ചേക്കുമെന്നായിരുന്നു. കണ്ണിലൂറിക്കൂടിയ കണ്ണുനീർത്തുള്ളി കൈവിരലുകളാൽ ഒപ്പിയെടുത്തിട്ട് അലീന ചോദിക്കുകയാണ്, ഞാൻ പൊയ്ക്കോട്ടെ പപ്പ? സ്റ്റാൻലി വെറുതെ തലയാട്ടി. അലീന പെട്ടെന്ന് മുറിവിട്ടിറങ്ങിപ്പോയി. സ്റ്റാൻലി അവതക്കുട്ടിച്ചായനെ നോക്കി.
അയാൾ പെട്ടെന്ന് മുകളിലേക്ക് നോട്ടം തിരിച്ച് ഫാനിന് എത്ര ലീഫുകളുണ്ട് എന്ന് എണ്ണുവാൻ തുടങ്ങി. മഴത്തോരും മുൻപ് എന്ന മനോഹരമായ ഈ പരമ്പരയിലെ ത്രില്ലടിപ്പിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.